ஒரு தூசியை கூட நம்ம விட்டு கொடுக்க மாட்டோம். அதாவது கூட்டணி என்பது வேறு, அரசு என்பது வேறு. இது தமிழ்நாட்டினுடைய ஜீவாதார உரிமை, தென் மாவட்ட மக்களுடைய உரிமையை ஒரு துளி அளவு கூட எங்களுடைய முதல்வர் தளபதியார் விட்டு கொடுக்க മാட்டாർ. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്ന ആപ്തവാക്യത്തോട് കേരളം 100% ആത്മാർത്ഥമാണ്. 3 വലിയ ജില്ലകളെ നനയ്ക്കുന്ന കുടിവെള്ളം തമിഴ്നാടിനെ മുട്ടിക്കരുത് എന്ന നിലപാട് തന്നെ നമ്മൾ സ്വീകരിച്ചു പോകുന്നതുമാണ്, നയമാണ്. പക്ഷേ അയൽ സംസ്ഥാനം നമ്മളോട് തിരിച്ചാ സമീപനം സ്വീകരിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി സ്റ്റാലിൻ കേരളത്തിൽ വരികയും കേരളത്തോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടുമുള്ള ബന്ധത്തിൽ ഊഷ്മളത കലവറയില്ലാതെ പ്രകടമാക്കി പോയതിന് പിന്നാലെ അവിടുത്തെ ഒരു മന്ത്രി, ഗ്രാമവികസന മന്ത്രി പെരിയസ്വാമി പറയുന്നത് കേരളത്തിന്റെ ആശങ്കയുടെ നെഞ്ചത്തേക്കൊരു കുത്തലാണ്. 142 അടിയിൽ നിന്ന് മുല്ലപ്പെരിയാർ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തും എന്നാണ് പ്രഖ്യാപനം. അത് വെല്ലുവിളിയാണ്. കേരളത്തിന്റെ സുരക്ഷാ ആവശ്യത്തോട് പുല്ലുവില കൊടുക്കാൻ തമിഴ്നാടിന് മറുപടി അതേ നാണയത്തിൽ നമ്മൾ കൊടുക്കണ്ടേ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. അടുക്കൽ റസൽ ജോയി, ശ്രീ രാജഗോപാൽ കമ്മത്ത്, പ്രൊഫസർ ജെ ജോണിക്കുട്ടി ഒഴികയിൽ ശ്രീ വാഴൂർ സോമൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നുണ്ട്. ആദ്യം ഞാൻ ശ്രീ റസൽ ജോയിലേക്ക് പോകുന്നു. അടുക്കൽ റസൽ ജോയി, ഇവിടെ ഇത് എന്താണ് ഗ്രാവിറ്റി ഡാമാണ്, ഇതിനി 1000 വർഷം കഴിഞ്ഞാലും പൊളിയാൻ പോകുന്നില്ല, ഇത് ഈജിപ്തിലെ പിരമിഡ് പോലാണ് എന്നൊക്കെ പറഞ്ഞാലും, ഇനി എന്തൊക്കെ ന്യായവാദങ്ങൾ നിരത്തിയാലും കേരളത്തിൻ്റെ ആശങ്ക അത് യാഥാർത്ഥ്യമാണ്. അത് ഈ പറഞ്ഞ ജില്ലകളിൽ ആശങ്കയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഓരോ മഴക്കാലം 5 മഴ കഴിയുമ്പോഴേക്കും അത് കാലാകാലങ്ങളിൽ നമ്മുടെ ആശങ്ക ആദ്യമായി ഭീതിയായി ഉയർന്നു വരുന്നതും സത്യമാണ്. അത് തമിഴ്നാടിന് അറിയാത്തതുമല്ല. ഈ 152 അടിയാക്കും ഉയർത്തും എന്ന മന്ത്രിയുടെ പ്രഖ്യാപനം അത് കേവലം പ്രകോപനമായി കാണണോ, അതോ അവർ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടുന്ന അനുകൂല നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ അവർ 152 അടിയാക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് പറയുന്നതാണോ? അടുക്കൽ റസൽ ജോയി, ഇതൊരു ഗ്ലോബൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഡീപോപ്പുലേഷൻ അജണ്ടയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് ഇവിടെ മാത്രം സെൻറ്റേഡായിട്ട് വീക്ഷിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ ചരിത്രത്തിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല. ഇനി നമ്മുടെ മരണം ഒരു ചരിത്രമാകാനായിട്ട് അനുവദിക്കാനും പാടില്ല. ഇത് നമ്മുടെ ഇവിടെ 36 ഇന്ത്യയിൽ 36 ഡാമുകൾ തകർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. അതുപോലെ തന്നെ മരുന്നിൻ്റെ രൂപത്തിൽ, വാക്സിൻ്റെ രൂപത്തിൽ, പ്രളയത്തിൻ്റെ രൂപത്തിലെല്ലാം ഡീപോപ്പുലേഷൻ അജണ്ട വളരെ സമർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2018 പ്രളയമാണോ? ഒരിക്കലുമല്ല. അത് ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി തന്നെ കോടതി മുമ്പാകെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ് എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് 2018 എല്ലാ ഡാമുകളും നിറച്ചു വെച്ചിട്ട് അർദ്ധരാത്രി മനുഷ്യൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തുറന്നുവിട്ടുണ്ടാക്കിയ ഒരു പ്രളയമാണ്. അതാണ് സംഭവിച്ചത്. ഈ ഡാംസുകൾ എന്തിനാണ്? ഡാംസുകളുടെ ഒരു പ്രയോജനം എന്നുള്ളത് പ്രളയം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അത് സംഭവിച്ചില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു ഇൻ്റർനാഷണൽ ഡീപോപ്പുലേഷൻ അജണ്ട ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീ പെരിയസ്വാമി, അദ്ദേഹം കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്. കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തിലേക്ക് വന്നാൽ നമുക്കിവിടെ എന്താണ് ചെയ്യാൻ കഴിയുക? ഇവിടെ എല്ലാ കാര്യങ്ങളും, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കൂ. കേരളത്തിന് എന്താണ് ചെറുതായി അനുകൂലമായി എന്തെങ്കിലുമൊക്കെ പരാമർശം ഉണ്ടായിട്ടുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ, ഇതിൻ്റെ വ്യവഹാരകാലം തുടക്കം മുതലേ നോക്കിയാൽ അത് 100% തമിഴ്നാടിന് അനുകൂലമായാണ്. ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന 2014 കോടതി ഉത്തരവടക്കം പല ഉത്തരവുകളുണ്ട്. 2006 കോടതി ഉത്തരവിൽ വളരെ വ്യക്തമായി തന്നെ കോടതി പറയുന്നത് ഇങ്ങനെയാണ്: ആഫ്റ്റർ ദ സ്ട്രെങ്തനിങ് വർക്ക് ഈസ് കംപ്ലീറ്റ് ടു സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ CWC, independent experts would examine the safety angle before the water level is permitted to be raised to 150 feet, അല്ല 152 feet. 152 അടി എന്ന് പറഞ്ഞ തമിഴ്നാട് ഇത് പുതിയതായി പെരിയസ്വാമി അങ്ങ് ഏതോ ഉൾവിളിയിൽ അങ്ങ് പറയുന്നതല്ല. അവരുടെ ദീർഘകാലമായുള്ള അജണ്ടയാണ്. കോടതി അതിന് അനുകൂലമായി നിൽക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് പെരിയസ്വാമിയുടെ വാക്കുകൾക്ക് കോൺഫിഡൻസ് കൂടും. ശ്രീ റസൽ ജോയി, ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ശ്രീ പെരിയസ്വാമിയുടെ വാക്കുകൾക്ക് കോൺഫിഡൻസ് കൂടും. കാരണം സുപ്രീം കോടതിയിൽ എന്തെല്ലാം തെറ്റിദ്ധാരണകൾ സുപ്രീം കോടതിയെ ധരിപ്പിക്കാം, അതിനെക്കുറിച്ച് തമിഴ്നാടിന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തമിഴ്നാട് വിജയിച്ച എല്ലാ കേസുകളിലും തന്നെ സംഭവിച്ചത് അതാണ്. യഥാർത്ഥത്തിലുള്ള വസ്തുത കോടതി മുമ്പാകെ വന്നിട്ടില്ല. എത്രയോ റിപ്പോർട്ടുകൾ ഉണ്ട്. ഡാം പൊട്ടുമെന്നുള്ള റിപ്പോർട്ടുകളല്ല,
അപ്പോൾ തലവേദന വരുമ്പോൾ അത് എന്തിൻ്റെ സിംറ്റമാണെന്നൊരു ഡോക്ടർക്ക് പറയാൻ പറ്റും. അങ്ങനെ ഈ ഡാം തകരാറുള്ള എല്ലാ സിംറ്റങ്ങളും ഉണ്ട് എന്ന് എല്ലാ ഏജൻസികളും പറഞ്ഞിട്ടുണ്ട്. ഇത് സുപ്രീം കോടതിയിൽ വന്നിട്ടില്ല. സുപ്രീം കോടതി എക്കാലത്തും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ തമിഴ്നാട് ഗവൺമെൻറ് വിജയിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യവും ശ്രീ പെരിയസ്വാമിക്ക് ഒരു സംശയവുമില്ല, ഇപ്രാവശ്യവും വിജയിക്കുന്നുള്ള കാര്യത്തിൽ. കാരണം അവർ പറയുന്ന രീതിയിൽ ചലിക്കുന്ന ഒരു ഭരണകൂടമാണ് എക്കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. വേറെ ഒന്നും മറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം തമിഴ്നാടിനില്ല. നമുക്കുണ്ടായിരിക്കാം, പക്ഷെ തമിഴ്നാടിനില്ല. അവർ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും എന്നുള്ളത് അവർക്കറിയാം. കേരളത്തിലെ രാഷ്ട്രീയം അങ്ങനെയാണെന്നറിയാം. അതുകൊണ്ടാണ്. ശരി, ശ്രീ ജോണിക്കുട്ടി, പ്രൊഫസർ ശ്രീ ജെ ജോണിക്കുട്ടി ഒഴികയിൽ താങ്കൾ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചതായി കേൾക്കുന്നത് എത്ര വലിയ ഭൂകമ്പം ഉണ്ടായാലും ഈ പറയുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഒരു തകരാറും ഒരു പിഴവും സംഭവിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ ഗ്രാമവികസന മന്ത്രി പറയുന്നു 152 അടിയാക്കി അവർ ഉയർത്തും എന്നൊരു വെല്ലുവിളി സ്വഭാവത്തിൽ പറയുന്നതിനെയും കേരളം ആശങ്കപ്പെടേണ്ടതില്ല എന്ന നിലപാട് താങ്കൾക്കുണ്ടോ ശ്രീ ജോണിക്കുട്ടി? എൻ്റെ ഒരു നിലപാടല്ല. ഞാൻ ഒരു ഫിസിക്സ് അധ്യാപകൻ എന്ന നിലയ്ക്ക്, ഫിസിക്സ് പഠിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ ഒരു ഡാമിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. എൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ വിവരമാണ് ഞാൻ പറഞ്ഞത്. ഇടുക്കി ഡാം പൊട്ടിയാൽ പോലും മുല്ലപ്പെരിയാർ ഡാം തകരാൻ സാധ്യമല്ല. കാരണം ഒരു ഡാം ബ്രീച്ച് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ജലബോംബായിട്ട് തീരാൻ ഒരിക്കലും ഈ മുല്ലപ്പെരിയാറിന് സാധ്യമല്ല. കാരണം അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ, അതിനെക്കുറിച്ച് അല്പം വിശദമായിട്ട് പറയേണ്ടി വരും. പക്ഷേ അതിലുപരി ഈ ചർച്ചയും ഇതുപോലുള്ള ഈ സംവാദങ്ങളിലും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഒരു ഫിയർ ആസ് എ ടൂൾ അത് രണ്ട് സംസ്ഥാനങ്ങൾക്കും ആവശ്യമാണ്. അതായത് എപ്പോഴും ജനങ്ങളുടെ ഒരു ജനഹിതം ഏതെങ്കിലും വഴിക്ക് അവനവൻ്റെ പിടിയിൽ ഒതുക്കി നിർത്താനും അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഫിയർ ആസ് എ ടൂൾ. അത് രണ്ട് സംസ്ഥാനങ്ങളും വളരെ വിജയകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ ജോണിക്കുട്ടി ഒഴികെയിൽ ഇവിടെ താങ്കളുടെ ഫിസിക്സ് പാണ്ഡിത്യ അറിവിൽ എത്രത്തോളം കാര്യങ്ങൾ താങ്കൾ പറഞ്ഞാൽ താങ്കൾ ഈ പറയുന്നത് എന്താണ്? ഇത് ഗ്രാവിറ്റി ഡാമാണ്, ഇത് താഴെ ഭയങ്കര വിസ്തീർണമുണ്ട് എന്നൊക്കെ നമ്മൾ അത് കുറേ നാളെ കേൾക്കുന്നതാണല്ലോ. ഇതിന് 130ഓളം വർഷങ്ങളുടെ പഴക്കമുണ്ട്. മനുഷ്യനിർമ്മിതിക്ക് എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ കാലാവധി ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായും ഈ പറഞ്ഞ അന്ന് സുർക്കിയിൽ ഉണ്ടാക്കിയ, അതിനുശേഷം തമിഴ്നാട് കോൺക്രീറ്റ് കൊണ്ട് ബലപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ പോലും സാറേ ഇത് എത്ര വർഷം കൂടെ മുന്നോട്ടേക്ക് പോകും എന്നൊരാശങ്ക ജനത്തിൻ്റെ മനസ്സിലുണ്ടാവില്ലേ? ആ ആശങ്ക കേരളത്തിലുണ്ട് ശ്രീ ജോണിക്കുട്ടി. അത് മുല്ലപ്പെരിയാർ ഡാം അങ്ങ് പൊട്ടി നാളെ ഈ 3 ജില്ലകൾ ഒഴുകിക്കളയുമെന്ന് എന്ന പേടിയിലൊന്നുമല്ല. ആ ആശങ്ക കേരളത്തിന് ഉറപ്പായും ഉണ്ട്. ജോണിക്കുട്ടി, താങ്കൾ പക്ഷേ അന്ന് സംസാരിച്ചത് അന്ന് ഉത്തമപാളയത്ത് എനിക്ക് തമിഴ്നാട് കർഷകരുടെ എന്തോ മീറ്റിങ്ങിനാണ് താങ്കൾ അന്ന് എത്ര ഭൂകമ്പം ഉണ്ടായാലും പൊട്ടിപ്പോവില്ല, അതവിടെ പോയി പറയേണ്ട വിഷയമാണോ എന്ന വിഷയം അങ്ങ് ആത്മപരിശോധന നടത്തൂ. അത് പോട്ടെ. എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ 152 അടിയാക്കിയാലും പ്രശ്നമൊന്നും വരേണ്ടതല്ലോ ശ്രീ ജോണിക്കുട്ടി? ഞാൻ പറയുന്നത് ഗ്രാവിറ്റിയെ സംബന്ധിച്ചാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഗ്രാവിറ്റി എന്നൊരു ഫാക്ടർ ഉള്ളിടത്തോളം കാലം ആ ഡാം നിലനിൽക്കുന്നതിൻ്റെ പിന്നിൽ വെള്ളം സുരക്ഷിതമായി നിൽക്കുന്നത് അത് ആ ഡാമിൻ്റെ വെയിറ്റ്, അതായത് കല്ലടുക്കി വെച്ച് സുർക്കി ചേർത്ത് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു സാധനം, അതിൻ്റെ പുറത്ത് ക്യാപ്പിംഗ് ചെയ്തിട്ട് പോലെ കേബിൾ ആങ്കറിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി അത് വെച്ചിരിക്കുന്നു അഡീഷണലായിട്ട്. ഇതൊക്കെ വന്നാലും ഇത് പൊട്ടിപ്പോകാൻ സാധിക്കുന്നൊരു സാധനമല്ല. ഇതിന് കുറേശ്ശെ മുകളിൽ നിന്ന്, കാരണം ഇത് 69 അടി വീതി ചുവട്ടിലുണ്ട്. ഇടുക്കി ഡാമിൻ്റെ ചുവട്ടിലുള്ള അടി എന്ന് പറയുന്നത് 60 അടി വീതിയുള്ള ഒരു സ്ട്രക്ചറാണ് ഇടുക്കി ഡാം. അത് 560 അടിയിലേക്ക് ഉയർത്തി നിർത്തിയിരിക്കുക. ഇത് 60 അടി ഫൗണ്ടേഷനിൽ നിന്ന് ഇത് വെറും 172 അടിയിലേക്കാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അതിനകത്ത് വെള്ളം ഇപ്പം നിർത്തുന്നത് 142 അടിയിലാണ്. 152 അടി ആവശ്യപ്പെടുന്നത് തമിഴ്നാടാണ്. അത് ഞാൻ പറയുന്നത്, അപ്പോൾ താങ്കളുടെ യുക്തിപ്രകാരം അതിനൊരു കുഴപ്പമില്ല. ഇപ്പം ഇനിയിപ്പോൾ ഇനി ഒരു 100 വർഷം കൂടെ കഴിഞ്ഞാലും താങ്കളുടെ ഫിസിക്സ് അങ്ങനെയാണെങ്കിൽ അത് പ്രാപഞ്ചിക നിയമമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പ്രാപഞ്ചിക നിയമപ്രകാരം ഒരു 100 വർഷം കഴിഞ്ഞാലും ഈ ഡാമിന് ഒരു കുഴപ്പമില്ല എന്നാണ് താങ്കളുടെ യുക്തി. അങ്ങനെയാണെങ്കിൽ അത് കടുത്ത ബലമാണ്. അവിടെ 152 അടി വെള്ളം ഉയർത്തിയാലും പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല എന്നതാണല്ലേ? അതിൻ്റെ ബലം എന്ന് പറയുന്നത് അത് പണിത് വെച്ചിരിക്കുന്നത് കൊണ്ടല്ല, ആ കല്ലിൻ്റെ വെയിറ്റ് കൊണ്ട് മാത്രമാണ്. കല്ലടുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് കല്ലിൻ്റെ ഭാരമാണ് ഇതിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അത് മറിച്ചിടാൻ പറ്റിയല്ല ഇപ്പോഴത്തെ നിലയ്ക്ക്.
152 അടിയാണെങ്കിലും 180 അടിയാണെങ്കിലും എത്ര അടിയാണെങ്കിലും. അതുകൊണ്ട് ഇത് സുരക്ഷിതമാണ് ഈ ഡാം. ഓക്കെ, ശ്രീ രാജഗോപാൽ കമ്മത്ത്, അങ്ങനെ നമുക്ക് കരുതിയിരിക്കാൻ കഴിയുമോ? 152 വേണോ പൊളിച്ചു കളയണോ എന്നുള്ളതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് അപ്പൊ താങ്കളുടെ യുക്തി, താങ്കൾ പറയുന്ന താങ്കളുടെ ഫിസിക്സ് പ്രകാരം അതിൽ 152 അല്ല 162 അടിയായാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, കുറച്ച് കല്ലൂടെ അതിന്റെ മുകളിൽ കൊണ്ട് ഇട്ടാൽ മതി എന്നാണ് അല്ലേ? ഇനി കല്ല് വെക്കാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ, ഞാൻ പറഞ്ഞാൽ അത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഉള്ള പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി ഇത് ഈ ഡാമിനെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നല്ലത്. ഇതിൻ്റെ ജലനിരപ്പ് ഉയർത്തുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഡാം ഈസ് സ്ട്രോങ്, അതാണ് ഞാൻ പറയുന്നത്. വെറുതെ ഇവിടുത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഭീതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി രാജഗോപാൽ കമ്മത്ത്, ഈ മനുഷ്യൻ പണിഞ്ഞ എന്ത് വസ്തുവിനും അതിൻ്റെതായ ഒരു കാലാവധി ഉണ്ടാവില്ല, അതിൻ്റെ ഒരു പരിമിതി ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഇത് എത്ര കാലത്തേക്ക്, ഇതിപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഫിസിക്സിൻ്റെ തത്വം അങ്ങനെയാണ്, ഈ പറയുന്ന ഈ രീതിയിലാണ്, അതിൻ്റെ കല്ലിന് ബലമുണ്ട്, അത് കാരണം എല്ലാ കാലത്തേക്കും ഇതങ്ങ് വെള്ളം നിറഞ്ഞ് ആ പ്രഷറിൽ അങ്ങ് നിന്നോളും എന്ന് വിശ്വസിച്ചാൽ, ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഫിസിക്സ് ഭൗതിക ശാസ്ത്രജ്ഞരല്ലല്ലോ ശ്രീ രാജഗോപാൽ കമ്മത്ത്, കേരളത്തിന് ഉറപ്പായും ആശങ്കയുണ്ട്, കേരളത്തിന് ഉറപ്പായും ആ വിഷയത്തിൽ ആശങ്കയുണ്ടെന്നാൽ തർക്കധാരെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആശങ്കയുണ്ട്. 142 അടിയിൽ നമ്മൾ കുറയ്ക്കാനാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും 142 അടിയിൽ നമ്മൾ കുറയ്ക്കാനുള്ള വഴികൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരമാവധി സുപ്രീം കോടതിയിലെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തമിഴ്നാട് പറ്റുന്നുണ്ട്, അവരുടെ വിജയം. രാജഗോപാൽ കമ്മത്ത് 152 അടിയാക്കും, അതിന് എന്ത് വില കൊടുത്താലും, അതിലെ രാഷ്ട്രീയം വേറെ, കൂട്ടുമുന്നണി വേറെ, ബാക്കി എല്ലാ കാര്യങ്ങളും വേറെ, 152 അടിയാക്കുമെന്നുള്ളത് ഈ DMK സർക്കാരിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങളത് ചെയ്യും എന്നൊരു തമിഴ്നാട് മന്ത്രി പറയുന്നതിനെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ് രാജഗോപാൽ കമ്മത്ത്? നമ്മളിപ്പോൾ 25 വയസ്സുള്ള ഒരാൾ 200 കിലോഗ്രാം ഭാരം പൊക്കുന്നു, വെയ്റ്റ് ലിഫ്റ്റിംഗ്. അദ്ദേഹം 80 വയസ്സെത്തുമ്പോൾ അതേ ഭാരം തന്നെ ചുമക്കും എന്ന് കരുതുന്നത് തന്നെ അബദ്ധമാണ്. മുല്ലപ്പെരിയാർ ഡാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഡാമാണ്. അത് കഴിഞ്ഞ് എത്രയോ ദശകങ്ങൾ കഴിഞ്ഞു. അത് ഉണ്ടാക്കിയ എഞ്ചിനീയർ തന്നെ പറഞ്ഞ് ആ കാലഘട്ടം കഴിഞ്ഞിട്ട് അനേകം ദശകങ്ങളായി. അപ്പോൾ ഇപ്പോഴും അത് സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നത് ഭീമാബദ്ധമാണ്. ഞാനിപ്പോൾ ആരെയും പാനിക്കാക്കാൻ പറയുന്നതല്ല, ഇതിന് പല വശങ്ങളുണ്ട്. സയൻസിൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെയും വശങ്ങൾ സംസാരിക്കുന്നത് കണക്കിലെടുക്കുക. പൊളിറ്റിക്സും സാമ്പത്തികവും അവിടെ നിൽക്കട്ടെ, കാരണം അത് നമുക്ക് ശാസ്ത്രജ്ഞർ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ളത്. സയൻസിൻ്റെ കാര്യം ഞാൻ രണ്ടാമതായിട്ട് പറയാം. സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഇതിൽ നിന്ന് ജലം പോകുന്നത് വൈഗൈ ആറിലേക്കാണ്. വൈഗൈ റിവറിൽ നിന്ന് വൈഗൈ ഹൈഡൽ പവർ പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ഹൈഡൽ പവർ പ്രോജക്റ്റിനാണ്. അപ്പോൾ ജീവനോപാധി എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കെട്ടി നിർത്തണം, അത് ഞങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. കൽപ്പാക്കവും കൂടങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് കൂടാതെ തന്നെ ഇതും അവർക്ക് ആവശ്യമായിട്ടുണ്ട്. അതിൻ്റെ സാമ്പത്തിക വശമുണ്ട്, പിന്നെ കൃഷിയുടെ കാര്യങ്ങളുമുണ്ട്. പൊളിറ്റിക്സിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. സയൻസിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം പറയാം. ഇതിപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞ ഡാമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ പണിഞ്ഞ ഡാമാണ്. അതിപ്പോൾ നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ 3-ാമത്തെ ദശകത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ലോകത്തെ ആരും ഈ പറയുന്നതൊന്നും കണക്കിലെടുക്കില്ല. അത് സുരക്ഷിതമല്ല എന്നുള്ളതാണ് വാസ്തവം. പെട്ടെന്ന് പാനിക്കാവേണ്ട ആവശ്യമില്ല, അതിന് കോലാഹലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നുണ്ടെങ്കിലും കല്ലടുക്കി വെച്ചാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനിടയിൽ പോഴ്സ് ഉണ്ട്, അതായത് ദ്വാരങ്ങളുണ്ട്. അത് വലുതായി വരികയുള്ളൂ, കാരണം അത് ഭാരം താങ്ങി നിർത്തുന്ന ഒരു സ്ട്രക്ചറാണ്. അത് പതിയെ ദുർബലമാകും. അതുകൊണ്ടാണ് അതിനൊരു എക്സ്പയറി ഡേറ്റ് വെച്ചത്. പിന്നെ അത് മാത്രമല്ല, 19-ാം നൂറ്റാണ്ടിലെ നിർമ്മാണ രീതികളനുസരിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കെട്ടിടങ്ങളൊക്കെ ചിലപ്പോൾ നൂറ്റാണ്ടുകൾ നിന്നേക്കാം. ഇതങ്ങനല്ല. കെട്ടിടത്തിന്റെ ഭാരം കൂടാതെ ജലത്തിന്റെ ഭാരവും അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റി ഡാം എന്ന് പറയുമ്പോൾ ഇതിന്റെ തിരശ്ചീനമായിട്ട് വരുന്ന ഫോഴ്സും കൂടെ നമ്മൾ അതിനകത്ത് കണക്കിലെടുക്കണം. അപ്പോൾ അതാരും കണക്കിലെടുക്കുന്നില്ല. സയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫൈൻഡിംഗ് ഉണ്ട്. മൂവാറ്റുപുഴ ആറിലും മറ്റ് ആറുകളിലുമൊക്കെ ഷിപ്പ് ബോം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ധാരാളമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2-3 ദശകങ്ങളുടെ പഠനത്തിൽ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണിര പോലെയുള്ള ഒരു സംഭവമാണ് അത്. തടിയാണ് സാധാരണ തിന്നുക. അതായത് പായ്ക്കപ്പലുകളുടെയൊക്കെ, തടിക്കപ്പലുകളുടെ, വള്ളങ്ങളുടെയൊക്കെ തടിയാണ് അത് സാധാരണ തിന്നുക. പക്ഷെ ലേറ്റസ്റ്റ് ഫൈൻഡിങ് അനുസരിച്ച് മറ്റൊരു സ്പീഷീസ്, ഈ പുഴയിലൂടെ ഒഴുകി വരുന്ന ആ സ്പീഷീസ് കല്ല് തിന്നുന്നതാണ്, പ്രത്യേകിച്ച് ലൈം സ്റ്റോൺ. അതായത് നമ്മുടെ ഈ ഡാം കെട്ടിയിരിക്കുന്നതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ലൈം സ്റ്റോണിൻ്റെ മിശ്രിതമാണ്.
അപ്പോൾ അത് ജലനിരപ്പിന് താഴെ അത്തരം വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയില്ല. ഇത് 15 സെന്റിമീറ്റർ നീളമുള്ള ഈ ഷിപ്പ് ഇത് പതിയെ ലൈംസ്റ്റോൺ തിന്നാണ് അകത്തോട്ട് കയറുന്നത്. നമ്മുടെ മണ്ണ് കുഴിച്ച് അകത്തോട്ട് പോകുന്നത് പോലെ ലൈംസ്റ്റോൺ തിന്നാണ് അകത്ത് പോകുന്നത്. അത് പൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു 5 വർഷമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പൊ അറിയാം അത്തരം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതേപോലെയുള്ള കാലാവസ്ഥയും ചൂടുമൊക്കെയുള്ള സ്ഥലത്താണ് ഇതേപോലുള്ള വേമിനെ കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്ന ജലം എന്ന് പറയുന്നത് പുഴകളിൽ നിന്ന് എത്തുന്ന ജലമാണ്. തീർച്ചയായിട്ടും ഇതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സ്പീഷീസ് ലിത്തോറിഡോ അബാറ്റാനിക്ക എന്ന് പറയുന്നതാണ് ഈ ഷിപ്പ് വേമിന്റെ പേര്. അതിന് ഷിപ്പ് വേം എന്ന് പറയുന്നുണ്ടെങ്കിലും റോക്ക് ഈറ്റിംഗ് ഷിപ്പ് വേം എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടോ? ഇത് ഒരു സ്പീഷീസ് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ മറ്റ് സ്പീഷീസുകൾ അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്തണം. അതിന് അതിന് മ്യൂട്ടേഷൻ സംഭവിച്ച് ഈ രീതിയിലുള്ള റോക്ക് ഈറ്റിംഗ് ആയി മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം. അത് ഡാമിനെ ദുർബലമാക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ചുണ്ണാമ്പുകല്ല് പണിഞ്ഞിട്ടുള്ളതാണ്. ചുണ്ണാമ്പുകല്ലിന്റെ മിശ്രിതമൊക്കെ വെച്ച് പണിതിട്ടുള്ളതാണ്. ചുണ്ണാമ്പുകല്ല് മിശ്രിതമാകുമ്പോൾ അതിന് എളുപ്പത്തിൽ തിന്നു പോകാൻ പറ്റും. അപ്പോൾ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ ഇതിനിപ്പോൾ മേക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മേക്കപ്പ് തുടങ്ങി എന്നാണ് അറിഞ്ഞത്. അതൊരു മേക്കപ്പായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. സുർക്കി ഡാമിന്റെ മുകളിൽ സിമെന്റ് കൊണ്ട് നിറയ്ക്കുകയാണ്. അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് എനിക്ക് മനസ്സിലായി. ആ സ്ട്രക്ചർ കൂടുതൽ ദുർബലമാകത്തേ ഉള്ളൂ. കാരണം ഇത് 2 രീതിയിലാണ്. ഒന്ന് ഗ്രാവിറ്റി, അതിന് ഡാമിന്റെ ഗ്രാവിറ്റി, തിരശ്ചീനമായിട്ടുള്ള അതിന്റെ ബലം അതിലേക്ക് പുതിയൊരു ആശങ്കയാണ് ഈ പറയുന്ന. നമുക്കത് കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. സർ റസൽ ജോ, ഇവിടെ ശ്രീ ജോണിക്കുട്ടി ഒഴികയിൽ ചുമ്മാതങ്ങ് പറയുന്നതല്ല. സുപ്രീം കോടതിയിൽ പറഞ്ഞ് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ട വാദം പറയുകയാണ്. ഈ പറയുന്ന എന്താണ് പിരമിഡ് പോലെയാണ്. ഇപ്പോൾ പിരമിഡ് ഇത് പിരമിഡിൻ്റെ ഷേപ്പാണ്. ഇനി പിരമിഡ് അങ്ങ് പൊട്ടിയെന്ന് നോക്കുക. പിരമിഡ് പൊട്ടി എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ? ഏതോ ഒരു ക്ഷേത്രമുണ്ട്, 1000 വർഷം അങ്ങനെ നിൽക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ച ജനത്തിന് ഭീഷണി ഉണ്ടാവും? ഇല്ലല്ലോ. ഇതങ്ങനെ അല്ലല്ലോ. ഇത് പിരമിഡ് പോലെ അല്ലല്ലോ. ഇത് ആ ക്ഷേത്രം പോലെ അല്ലല്ലോ. ഇതിനുള്ളിൽ ഇത്രയും വെള്ളം നിൽക്കുകയാണല്ലോ. ഇത് ഇത്രയും വർഷം പഴക്കമുള്ളതാണല്ലോ. എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ആശങ്കപ്പെട്ട സാധാരണ മനുഷ്യരെ, ഭൗതിക ശാസ്ത്രജ്ഞരല്ലാത്ത മനുഷ്യരെ കുറ്റം പറയാൻ പറ്റും. റസൽ ജോയി, ഇവിടെ ജോണിക്കുട്ടി ഒഴികയിൽ പറയുന്നത് ഇത് കോടതിയിൽ പറഞ്ഞ കാര്യമാണ്, കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഈ പറയുന്ന എംപവേർഡ് കമ്മിറ്റി കണ്ടെത്തിയത് എന്താണ്? ഹൈഡ്രോളജിക്കലി, സ്ട്രക്ചറലി, സീസ്മിക്കലി സേഫ് എന്ന് കണ്ടെത്തി കോടതിക്ക് അത് ബോധ്യപ്പെട്ടെടുത്ത് നമ്മളുടെ ഈ പറയുന്ന ദുർബല വിലാപം 152 അടി ആക്കാൻ അനുവദിക്കല്ലേ സാറേ, ഞങ്ങൾക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞാൽ ആരെവിടെ കേൾക്കാനാണ്? റസൽ ജോയ്, ഈ ഹൈഡ്രോളജിക്കലി, സീസ്മോളജിക്കലി, സ്ട്രക്ചറലി സേഫ് എന്ന് പറയാനായിട്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആരാണ്? അതിലൊറ്റ ഹൈഡ്രോളജിസ്റ്റ് ഇല്ല ആ കമ്മിറ്റിയിൽ, ഒറ്റ സീസ്മോളജിസ്റ്റ് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഒരു കമ്മിറ്റി ഹൈഡ്രോളജിക്കലി, സീസ്മോളജിക്കലി സേഫ് എന്ന് പറയുന്നത്? ഇപ്പോൾ ശ്രീ കമ്മത്ത് പറഞ്ഞത് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാവുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ കരുതാണ്. അങ്ങനെ ഒരു ഷിപ്പ് വേം ഉണ്ടോ എന്ന് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആ ഒരു പ്രദേശത്ത് ആ ഷിപ്പ് വേം ഉണ്ടോ എന്നുള്ളത് കൂടി കോടതി പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടാൻ ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മാത്രമല്ല, ഈ മേസൺട്രി ഡാം, പിന്നെ ഗ്രാവിറ്റി ഡാം, അതല്ലേ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് തകർന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തകർന്നിട്ടുള്ളത് ഈ മേസൺട്രി, ഗ്രാവിറ്റി ഡാംസ് തന്നെയാണ്. 1000കണക്കിന് ഡാംസുകളാണ് അങ്ങ് തകർന്നത്. പഴയ ടെക്നോളജി അത് തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ 36 ഡാംസ് തകർന്നതിൽ പലതും മേസൺട്രി, ഗ്രാവിറ്റി ഡാംസാണ്. അപ്പോൾ അതിലൊന്നും ഒരു അർത്ഥമില്ല. പിരമിഡിൻ്റെ ഷേപ്പ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പിരമിഡ് വെള്ളത്തിലല്ലല്ലോ. മാത്രമല്ല, പിരമിഡിൻ്റെ ഒരു കല്ലിന് എന്ത് വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നത്? 1 ടണ്ണാണ് വെയിറ്റ്. ഒറ്റ കല്ലിന് 1 ടണ്ണാണ് വെയിറ്റ്. ചിലപ്പോൾ ഇച്ചിരി വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇത് ആളുകൾ തലച്ചുമടായിട്ട് കൊണ്ടുവന്ന കല്ലുകളാണ്. ചെറിയ ചെറിയ കല്ലുകൾ അടുക്കി വെച്ചിട്ട് അതിൻ്റെ സുർക്കി മോട്ടാർ ഉപയോഗിച്ച് ബൈൻഡ് ചെയ്താണ്. ആ സുർക്കി മോട്ടാർ ഇപ്പോൾ അവിടെ ഇല്ല. സുർക്കി മോട്ടാർ മുല്ലപ്പെരിയാർ ഡാമിൽ ഇല്ല. നമ്മൾ ഈ പറയുന്ന വാദങ്ങൾ നിരർത്ഥക വാദങ്ങൾ നമുക്ക് നന്നായി അറിയാം. അതിന് കാരണം എന്താണ്? നമ്മൾ ഈ പറയുന്ന വാദങ്ങളൊക്കെ നമ്മൾ സുപ്രീം കോടതിയിൽ പറഞ്ഞതാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ട് ഈ പറയുന്ന കേരളത്തിൻ്റെ പ്രതിനിധിയും തമിഴ്നാടിൻ്റെ പ്രതിനിധിയും ഈ പറയുന്ന ജലകമ്മീഷൻ്റെ പ്രതിനിധിയും ഒക്കെ ചേരുന്ന കമ്മിറ്റിയും സുപ്രീം കോടതിയും ഒക്കെ ഇതിനെ വളരെ വിശാലമായി ദീർഘനാളുകളിൽ വാദം കേട്ടിട്ട് 142 അടി ആയിക്കോളൂ തമിഴ്നാട് എന്ന് തമിഴ്നാടിനോട് പറഞ്ഞ വാദമുഖങ്ങൾ നമ്മൾ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. നമ്മുടെ ഈ പ്രശ്നം ഇപ്പോൾ ഈ പറയുന്ന തമിഴ്നാട്ടിലെ മന്ത്രി പറയുന്നത് അഹങ്കാരത്തിൻ്റെ വാക്കാണേ. 142 അടി നിലവിൽ അവർക്ക് വെള്ളം കിട്ടാതിരിക്കുന്നില്ലേ? 142 അടി എന്ന് പറഞ്ഞാൽ അവർക്ക് യഥേഷ്ടം വെള്ളമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ആശങ്കയ്ക്ക് പുല്ല് വരെ കൊടുക്കണ്ട എന്നുള്ള അഹങ്കാരം കൊണ്ടല്ലേ 152 അടിയാക്കും എന്ന ധാർഷ്ട്യത്തോടെ അവിടുത്തെ മന്ത്രി പറയുന്നത്. അതിനെ ചെറുക്കാൻ നമുക്ക് എന്ത് കഴിയും എന്ന് നോക്കണ്ടേ റസൽ ജോയി? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്.
ആ ധാർഷ്ട്യം തന്നെയാണ് പറയുന്നത്. ശ്രീ പെരിയസ്വാമി പറഞ്ഞത് ധാർഷ്ട്യം തന്നെയാണ്. അവരെ ഈ ധാർഷ്ട്യത്തിലേക്ക് എത്തിച്ചത് നമ്മളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധ ജനതയാണ് അവരെ ഈ ധാർഷ്ട്യത്തിലേക്ക് എത്തിച്ചത്. അവരെന്ത് തീരുമാനിച്ചാലും അത് നടത്താൻ കഴിയുമെന്ന് അവരുടെ ചരിത്രമാണ്. അതായത് ഈ 129 വർഷത്തെ ചരിത്രമാണത്. അവരെന്ത് തീരുമാനിച്ചാലും അത് നടത്തിയിട്ടുണ്ട്. ഈ ഡാം വീക്കാണെന്ന് പറയുന്നത് ആരാണ്? തമിഴ്നാടാണ് ഈ ഡാം വീക്കാണെന്ന് പറയുന്നത്. വീക്കല്ലെങ്കിൽ പിന്നെ റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നല്ല സ്ട്രെങ്ത് ഉള്ള ഡാമിന് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തമിഴ്നാട് ഇത് ഡാം വീക്കാണെന്ന് പറയുന്നത്, ഇത് തകർന്നു പോകാൻ സാധ്യതയുണ്ടെന്നും പറയുന്നത് തമിഴ്നാടാണ്. അതുകൊണ്ടാണ് അവർ കൂടെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അപ്ലിഫ്റ്റ്മെൻറ്റ് ഫോഴ്സ് ഒന്നും തടയാൻ ഒരു റിപ്പയറിങ്ങിനും സാധ്യമല്ല. ഇപ്പോൾ ഒരു സൈഡ് വാൾ പണിതിട്ടുണ്ട്. ഈ സൈഡ് വാള് ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി അനുസരിച്ച് RCC സൈഡ് വാളാണ്. അത് എങ്ങനെ മറ്റേ ഓൾഡ് ടെക്നോളജി അനുസരിച്ചുള്ള ഡാമുമായിട്ട് ഒരേ രീതിയിലാവുക? രണ്ടും രണ്ട് സ്ട്രക്ചറായിട്ട് നിൽക്കും. അതായത് ഏച്ച് കിട്ടിയത് മുഴച്ചു നിൽക്കുന്ന മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അതുപോലാണ്. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാലും സൈഡ് വാൾ തകരാനായിട്ട് കുറച്ച് നേരം കൂടി എടുക്കും. ഇത് ഒന്നിച്ച് ഒരു സ്ട്രക്ചറായിട്ടൊന്നും അല്ല വരുന്നത്. മാത്രമല്ല ഈ സൈഡ് വാളിൻ്റെയും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇടയിലൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അൺസയൻറ്റിഫിക്കാണ്. ഒരിക്കലും ഈ ഡാം റിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം ഒഴുക്കി കളഞ്ഞിട്ട് വേണം റിപ്പയർ ചെയ്യാനായിട്ട്. മൊത്തം റിസർവോയറിലെ വെള്ളം മാറ്റി കളഞ്ഞിട്ട് ഡാം റിപ്പയർ ചെയ്യണം. അതാണ് ശരിക്കുള്ള റിപ്പയറിംഗ് എന്ന് പറയുന്നത്. അല്ലാത്ത റിപ്പയറിംഗ് ഒന്നും റിപ്പയറിംഗ് അല്ല. ഇപ്പം മൊത്തം വെള്ളം ഒഴുക്കി കളഞ്ഞിട്ട് റിപ്പയർ ചെയ്യുന്നതിലും ഭേദമല്ലേ ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത്തരമൊരു റിപ്പയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. ശരിക്കും ഈ മുല്ലപ്പെരിയാർ ഡാം ഇന്നാണ് പെനീക്കൊക്കെ മുല്ലപ്പെരിയാർ ഡാം പണിയുന്നതെങ്കിൽ ആ സ്ഥലത്ത് പണിയില്ല. കാരണം അതിൻ്റെ അടിയിലുള്ള പാറ അത്ര ഉറച്ചതല്ല. അതിനേക്കാളും നല്ല സ്ഥലങ്ങൾ ഇപ്പോൾ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഇത് തകരാനുള്ള സാധ്യത എന്ന് വെച്ചാൽ നമുക്കങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റുമോ? 1.5 കോടി ജനങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട്. അത് നമ്മൾ കണക്കിലെടുക്കണ്ടേ? എന്തിനാണ് ഈ 1.5 കോടി ജനങ്ങൾ അതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ അവിടെ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിർത്തുന്നതെന്നാണ് നമ്മൾ സുപ്രീം കോടതിയോട് ചോദിക്കേണ്ടത്. ഇവിടെ നമ്മുടെ സദേൺ നേവൽ കമാൻഡ് ഉണ്ട്. അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. നേവൽ ആർമമെൻറ്റ് ഡിപ്പോ ഉണ്ട്. എത്രയെത്ര ഫാക്ടറികളുണ്ട്. അതിൽ പലതും കെമിക്കൽ ഫാക്ടറികളും വിഷവാതകങ്ങളായ ഈഥൈനും ബെൻസീനും ഒക്കെ നമുക്ക് നമ്മുടെ ആശങ്കകൾ പറയാം. പക്ഷേ നമ്മുടെ നിലവിലുള്ള അവസ്ഥ എന്താണ്? ഇതിപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു വ്യവഹാര വഴിയിൽ നമ്മൾ നിൽക്കുകയാണ്. കേരളത്തിൻ്റെ പരാജയം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും നമുക്കിപ്പോൾ നിലവിൽ ആശ്രയിക്കാൻ കഴിയുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിൽ കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതി ഈ പറഞ്ഞ മേൽനോട്ട സമിതി സൂപ്പർവൈസറി കമ്മിറ്റി വെക്കുന്നു. അവിടെ കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞ ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ടാക്കാൻ പോകുന്നു. നമുക്ക് നിയമത്തിൻ്റെ വഴിയിൽ കൂടി മാത്രമല്ലേ പോകാൻ കഴിയുള്ളൂ. ആ നിയമത്തിൻ്റെ വഴി പൂർണ്ണമായി തമിഴ്നാടിന് അനുകൂലമല്ലേ റസൽ? അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ ആശങ്ക എന്ന് പറഞ്ഞാൽ ആരെവിടെ കേൾക്കാനാണ്? അല്ല, ഈ രാജ്യത്ത് ഒരു കോടതി മാത്രമല്ല ഉള്ളത്. എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഉണ്ട്. ഒരു ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തിൽ കോടതിയല്ല തീരുമാനം എടുക്കേണ്ടത്, ലെജിസ്ലേച്ചറാണ്. അല്ല, അതിന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കണം. അതിന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കണം. കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നില്ലല്ലോ. ഇപ്പോൾ നാളെ ഇത്രയായല്ലോ. ഇപ്പോൾ 2020 പുതിയ നിയമപ്രകാരം അത് പൂർണ്ണമായി കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാണ്. എന്തോ ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ഇതുവരെ ആ സംവിധാനം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിനുള്ള ചർച്ചയ്ക്ക് മുൻകൈ എടുക്കലോ പോലെയുള്ള ഒരു പരിപാടിയും കാലം ഇത്രയായിട്ടും കേന്ദ്രം സ്വീകരിക്കുന്നില്ലല്ലോ. അതിന് കേന്ദ്രം ചെയ്യും എന്ന് പ്രതീക്ഷിക്കാവോ? അത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളിതുവരെ ഏതെങ്കിലും ഒരു MP മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് വീക്കാണ്, ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിലെ MP-മാരാണ്. ഈ MP-മാർ ഇത് ഡീകമ്മീഷൻ ചെയ്യണം, ഇത് ഞങ്ങളുടെ തലയ്ക്ക് മേലെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പാർലമെൻറ്റിൽ പറയാത്തിടത്തോളം കാലം പ്രധാനമന്ത്രിക്ക് എന്താ ആവശ്യം? കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് ജനാധിപത്യമല്ലേ? കേരളത്തിലെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിൻ്റെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലേ? അവർക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ പ്രധാനമന്ത്രിക്കാണ് ആവശ്യം. അപ്പോൾ ഈ തർക്കം കേന്ദ്രത്തിന് അറിയാവുന്നതാണോ റസൽ ജോയി? ഈ തർക്കത്തെക്കുറിച്ച് കേരളത്തിന് അറിയാവുന്നതാണല്ലോ. അത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമാണ് എന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാവുന്നതാണല്ലോ. അത് ഇപ്പോൾ ഇന്നലെ തുടങ്ങിയതാണോ? ഇത് എത്ര കാലമായി തുടങ്ങിയതാണ്? കേന്ദ്രത്തിന് ഒരു മുൻകൈ എടുക്കാം. ഏതെങ്കിലും കാലത്ത് എടുത്തിട്ടുണ്ടോ കേന്ദ്രം? ഇല്ല.
അതെന്താ അങ്ങനെ ഒരു ആവശ്യം വരണ്ടേ? ഇന്ന് ഈ കേസിൽ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഐലൻഡ്സ് ഉൾപ്പെടെ 14ഓളം സംസ്ഥാനങ്ങളാണ്. എന്തുകൊണ്ട് ഈ തമിഴ്നാടും കേന്ദ്രവും ഈ സംസ്ഥാനങ്ങളെ കക്ഷിയാക്കിയില്ല? അവിടെ ലീഗലി നോൺ ജോയിൻറ്റർ ഓഫ് നെസസറി പാർട്ടീസ് എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട്. എന്തുകൊണ്ട് നാളിതുവരെ ഈ സംസ്ഥാനങ്ങളെ ഈ കേസിൽ കക്ഷികളാക്കുന്നില്ല? അപ്പോൾ ഒരു ഹിഡൻ അജണ്ടയുടെ പൊളിറ്റിക്സാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങളോട് താല്പര്യമില്ലാത്ത, അവരെ പരിഗണിക്കാത്ത ഒരു പൊളിറ്റിക്സാണ്. അല്ലെങ്കിൽ കേരളത്തിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? ഇത്രയും ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത് 14ഓളം സ്റ്റേറ്റുകളാണെന്ന് കേരളത്തിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ കക്ഷികളാക്കാത്തത്? ഇത് കേരളത്തിൻ്റെ ഒരു വിഷയമല്ല. ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ വിഷയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വേമ്പനാട്ട് കായൽ എന്തോരം വെള്ളം ഒഴുകി പോകുന്നു. ഇന്ത്യക്ക് ആവശ്യമുള്ള മൊത്തം വെള്ളം കേരളത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇത് തമിഴ്നാടും കേരളവുമായിട്ടുള്ള ഒരു ഇഷ്യൂയൊന്നുമല്ല. ഒരു നാഷണൽ വാട്ടർ പോളിസി വേണം എന്ന് കേരളത്തിലെ MP-മാർ എന്തുകൊണ്ട് പാർലമെന്റിൽ പറയുന്നില്ല? എന്തിനാ ഇവരെല്ലാം അവിടെ പോയിരിക്കുന്നതെന്ന് എൻ്റെ സംശയം. ശരി, ഞാൻ അങ്ങനെ ജോണിക്കുട്ടി, ഇതൊക്കെ റസൽ പറയുന്ന ആശങ്കകൾ റസൽ അന്തരീക്ഷത്തിൽ എടുത്തു പറയുന്നതല്ല. ഇതൊക്കെ ഈ പറയുന്ന ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ വഴിത്താരയിൽ സംഭവിക്കുന്ന മനുഷ്യരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. അതങ്ങ് നാളെ പൊളിയും എന്ന അർത്ഥത്തിൽ പറയുന്നതല്ല. ഈ ആശങ്ക സത്യമായിട്ടും എല്ലാവരുടെ മനസ്സിലുണ്ട്. രാജഗോപാൽ കമ്മത്ത് പറയുന്ന പുതിയ ആശങ്കകളോട് ആഡോൺ ആവുന്നുമുണ്ട്. അതിനൊന്നും ഒരു വിലയും കൊടുക്കണ്ട എന്നാണോ ശ്രീ ജോണിക്കുട്ടി? ഒരിക്കലുമല്ല. ഏറ്റവും പ്രധാനം ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ളതാണ്. സുരക്ഷിതത്വം പ്രധാനമാണ്, അതിലും ഉപരിയാണ് ആശങ്ക അകറ്റുക എന്നുള്ളത്. ഇതേ ആശങ്ക നമ്മൾ അല്പം കൂടെ യാഥാർത്ഥ്യബോധത്തിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേരളത്തിലെ ജനങ്ങളും തമിഴ്നാട്ടിലെ ജനങ്ങളും രണ്ടായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവർക്കും ആശങ്കയുണ്ട്, നമുക്കും ആശങ്കയുണ്ട്. അവരുടെ ആശങ്ക അവർക്ക് ആശങ്കയില്ല, നമുക്കേ ആശങ്കയുള്ളൂ സാറേ. കുടിവെള്ളമാണിത്. അല്ല ജോണിക്കുട്ടി, അവർക്ക് ആശങ്കയില്ല, നമുക്കേ ആശങ്കയുള്ളൂ. അവർക്ക് വെള്ളം കാലാകാലങ്ങൾ കിട്ടുന്നുണ്ട്. അവർക്ക് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ഒരു സമയത്ത് പോലും അവർക്ക് വെള്ളം കിട്ടാതിരിക്കുന്നില്ല. നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കുന്നില്ല എന്നൊരു നിലപാട്, അതിന്റെ വിദൂരത്തിലുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നില്ല. നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് ബേസിക്കായി നമുക്ക് സുരക്ഷാ ഭയമുണ്ട്. അത് 130 വർഷം പഴക്കമുള്ള ഡാമാണ്. ആ സുരക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാറേ അവരുടെ അവരുടെ ഈ പറഞ്ഞ 3 ജില്ലകളിലെ ഉർവരമാക്കുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറാണ്. അവരെ അവർ കഞ്ഞു കുടിച്ച് കിടക്കുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഉള്ളതുകൊണ്ടാണ്. ഇതൊക്കെ ശരി, നമ്മൾ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അതിൻ്റെ ഒരു 10% നമ്മുടെ പേടിക്ക് അവർ ഒരു വില വെക്കണ്ടേ? അത് വെക്കുന്നുണ്ടോ? നമ്മുടെ ആശങ്കയെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഞാൻ അവരുടെ ആശങ്കയെക്കുറിച്ച് 2 മിനിറ്റ് പറഞ്ഞോട്ടെ ഹാഷ്മി? പറയൂ. അവർ 5 ജില്ലയിലെ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ മധുര ടൗണിൽ പോലും ശുദ്ധജലം, അത് പ്യുവർ വാട്ടർ എന്ന് പറയുന്ന, അത് തമിഴ്നാട്ടിലെ നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് ചെന്നെങ്കിൽ മാത്രമേ അവർക്ക് ഉപ്പുവെള്ളം അല്ലാത്ത വെള്ളം കുടിക്കാനുള്ളൂ. അത് 5 ജില്ലയുടെ അവസ്ഥ അതാണ്. ഈ ജനങ്ങൾ അവരുടെ ഒരു ആശങ്ക, ഇതങ്ങ് പൊട്ടിപ്പോയാൽ അവരുടെ കുടിവെള്ളവും പോകും എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. നമുക്കുള്ളതുപോലെ തന്നെ ആശങ്കയുണ്ട് അവർക്ക്. ഞാനിതിൻ്റെ സുരക്ഷയെക്കുറിച്ചും ഇതിൻ്റെ കരുത്തിനെക്കുറിച്ചും ഞാൻ അവരോട് സംസാരിച്ചത് നമ്മളെ തള്ളിപ്പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അവരോട് ഞാൻ പറഞ്ഞു ഇത് കരുത്തുള്ള സാധനമാണ്, പക്ഷേ ഇത് ആശങ്കയുണ്ട്. നിങ്ങൾ ഈ 2000 അടി ഉയരത്തിൽ നിൽക്കുന്ന വെള്ളമായത്, തമിഴ്നാടിൻ്റെ പ്ലെയിൻസിൽ നിന്ന് 2000 അടി ഉയരത്തിലാണ് മുല്ലപ്പെരിയാറിൽ വെള്ളം കിടക്കുന്നത്. അത് കൊണ്ടുപോകാൻ ഒരു ഡാമിൻ്റെ ആവശ്യമില്ല. ഒരു പൈപ്പ് ഇട്ട് അല്ലെങ്കിൽ ഒരു ടണൽ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അവിടെ സ്റ്റോക്ക് ചെയ്യണം. തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല ഈ ജലസംരക്ഷണത്തിലുള്ള വിദഗ്ധന്മാർ അവിടെയുണ്ട്. അവിടെ എഞ്ചിനീയർമാർ നല്ല പ്രഗത്ഭന്മാരുണ്ട്. എത്ര പെട്ടെന്നും പദ്ധതികൾ പൂർത്തിയാക്കുന്നവർ അവിടെയുണ്ട്. ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ഈ വെള്ളം എത്രയും വേഗം കൊണ്ടുപോകുക, ഓരോ വർഷവും 2 അടി വീതം ഇവിടുത്തെ വെള്ളത്തിൻ്റെ ജലനിരപ്പ് കുറച്ചുകൊണ്ട് പോവുക, എന്നിട്ട് ഈ ഡാം തന്നെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് വെള്ളം അവിടെ എത്തിക്കാമല്ലോ എന്നാണ് ഞാൻ സംസാരിച്ചത് അവരോട്. പക്ഷേ ഒരു വശം ശരിയാണ്, ഡാം സുരക്ഷിതമല്ല എന്നുള്ള ഒരു ഭീതിയാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഭീതി തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒഴിവാക്കണം. അതോടൊപ്പം ഈ 2 സംസ്ഥാനങ്ങളും ഒരുമിച്ചിരുന്ന് ഇത് രണ്ടും ഒരു ജനതയാണെന്നുള്ളൊരു ചിന്തയോടെ, തമിഴ്നാടും കേരളവും 2 എന്ന് ചിന്തിക്കാതെ, അതായത് നമ്മുടെ ഈ ചർച്ചയുടെ ചോദ്യം തന്നെ അവർക്കൊരു ചുട്ട മറുപടി കൊടുക്കണ്ടേ, അതേ നാണയത്തിൽ കൊടുക്കണ്ടേ എന്നുള്ളതാണ്. അതല്ല വേണ്ടത്. വേണ്ടത് ഭരണകർത്താക്കൾ 2 സംസ്ഥാനത്തുള്ളവരും കൂടെ ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് ഒരു പരിഹാരം കാണാവുന്നതേ ഉള്ളൂ. അത്ര വലിയ ദുഷ്കരമായ ഒരു കാര്യമല്ല. താങ്കൾ പറഞ്ഞ ടണൽ നിർമ്മാണം കാലങ്ങളായുള്ള ഒരു ഉപാധി എന്നുള്ള നിലയ്ക്ക് ഉള്ളതാണ്. ഇവിടെ എന്താണ് ഈ ടണൽ സംരക്ഷണ സമിതി എന്നൊരു സമരം അടക്കം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീ ജോണിക്കുട്ടി, ഇത് തമിഴ്നാട് അംഗീകരിക്കുന്നുണ്ടോ?
എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അവിടെ ഏതാണ്ട് ഒരു പാർഷ്യൽ ഡീകമ്മീഷൻ എന്ന് പറയുന്ന പോലെ 120 അടിയിലേക്ക് താഴ്ത്തുകയും ചെയ്യാം. ഈ വെള്ളം മൊത്തം അവർക്ക് കിട്ടുകയും ചെയ്യും. അത് തമിഴ്നാട് അംഗീകരിക്കുന്നുണ്ടോ? ആ ദിശയിലുള്ള ഏതെങ്കിലും ചർച്ചയോട് തമിഴ്നാട് ചെവി തരുന്നെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മുടെ ഈ ഭീതി എന്നുള്ള ആശങ്കയ്ക്ക് അവർ കൊടുക്കുന്ന വില അത്രയേ ഉള്ളൂ. ശ്രീ ജോണിക്കുട്ടി, തീർച്ചയായിട്ടും അങ്ങനെയല്ല ഹാഷ്മി, അങ്ങനെ പറയാതെ. ഇത് അവരെ അംഗീകരിപ്പിക്കാൻ നമ്മുടെ ഭരണകർത്താക്കൾക്ക് കഴിയണം. ഇരു സംസ്ഥാനത്തെയും നേതാക്കന്മാർ ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു പരിഹാരത്തിലേക്ക് ഇത് കൊണ്ടുവരണം. അവർ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ രാജഗോപാൽ കമ്മത്ത് അങ്ങനെ ഒരു ഘടകമുണ്ട് എന്ന് പറഞ്ഞാൽ 2014 സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച് 50 അടി ഉയരത്തിൽ പുതിയ ടണൽ നിർമ്മിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം എന്നാണ് ഈ പറഞ്ഞ സമരസമിതിയുടെ ആവശ്യം. അത് വളരെ വയബിളായിട്ടുള്ള, നമുക്ക് ഇതിന് എന്തായാലും അവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ നിലപാട് പോലെ പുതിയ ഡാമൊന്നും പണിയിൽ നടക്കില്ല. അതിനുള്ള ഒരു അനുമതിയും കിട്ടാനും പോകുന്നില്ല. അതിനെയും ഈ പറയുന്ന ഭീഷണിയൊക്കെ നിലനിൽക്കെ ഒരു പുതിയ ഡാം അവിടെ വരാൻ പോകുന്നു, അത് നടക്കാൻ പോകുന്നില്ല. അതല്ലാതെ മറ്റു വഴി എന്താണ് ആലോചിക്കേണ്ടത്? ആ വഴി ആലോചനയിൽ ഒരു ചിന്തയും ഈ പറഞ്ഞ കേരളവും പോകുന്നില്ല, തമിഴ്നാടും പോകുന്നില്ല. തമിഴ്നാട് ഒട്ടുമേ പോകുന്നുമില്ല. ഇവിടെ സ്റ്റാലിൻ വന്നു, നമ്മുടെ മുഖ്യമന്ത്രിയുമായും ഈ നാടുമായിട്ട് വലിയ സ്നേഹവും വലിയ സൗഹൃദവും വലിയ ഊഷ്മളതയും ഒക്കെ കാണിച്ചു. ഇത് മാത്രം നമ്മൾ കമാന്ന് മിണ്ടില്ല. എത്ര കാലം ഇങ്ങനെ പൊതിഞ്ഞു നമ്മൾ മുന്നോട്ട് പോകും ശ്രീ രാജഗോപാൽ കമ്മത്ത്? ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാനഡിയൻ കമ്പനിയാണല്ലോ എനിക്ക് തോന്നുന്നത്, അല്ല, ഇത് ഇത്തരത്തിലുള്ള ഡാമുകൾ നിർമ്മിച്ച് പരിചയമുള്ള കമ്പനികളെ കൺസൾട്ട് ചെയ്യുക, അവരെ കൊണ്ട് ഇത് സൂപ്പർവൈസ് ചെയ്യുക, ഇത് ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് പുതിയ ഡാം പണിയുക. തമിഴ്നാടിന് വെള്ളം കിട്ടണ്ട എന്നുള്ള ഒരഭിപ്രായവും എനിക്കില്ല. അവർ തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾ തന്നെയാണ്, ജനങ്ങളാണ്. അവർക്ക് വെള്ളം കിട്ടണം, ഇവിടെ നിന്നുള്ള വെള്ളം തന്നെ കിട്ടിക്കോട്ടെ. പക്ഷേ സുരക്ഷയും വളരെ പ്രധാനമാണ്. ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് ഡാം സുരക്ഷിതമല്ല എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് അടുത്ത പോംവഴി എന്തെന്നാൽ ഇതിന് മേക്കപ്പ് നടത്തുക എന്നുള്ളതല്ല. കാരണം ഇത്രയും കാലം കഴിഞ്ഞ സ്ഥിതിക്ക് അതിന് പുതിയൊരു ഡാം പണിയുക എന്നുള്ളതാണ്. അത് അടുത്ത 50 വർഷത്തേക്ക് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു നല്ല ശക്തിയേറിയ ഡാം അന്താരാഷ്ട്ര ഏജൻസി, അന്താരാഷ്ട്ര എഞ്ചിനീയറിംഗ് കമ്പനികളെ കൊണ്ട് സൂപ്പർവൈസ് ചെയ്യിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നാണ് വേണ്ടത്. എനിക്കെപ്പോഴും ഒരു ഭയമുള്ളത് ഈ പാലാരിവട്ടത്ത് പഞ്ചവടി പാലത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് നമുക്കൊരിക്കലും അത്ര വിശ്വസിച്ച് ഇത്രയെങ്കിലും ഉറപ്പായിട്ട് നിൽക്കുന്ന ഡാമിനെ പൊളിച്ചു കളയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഗ്ലോബൽ എഫേർട്ട് ഉണ്ടെങ്കിൽ, ഗ്ലോബൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സുരക്ഷിതമായ ഒരു ഡാം പണി കഴിപ്പിക്കാനാവുകയുള്ളൂ. ഇപ്പോൾ തന്നെ കേരളത്തിൽ 10, 90, 82 ഡാമിനടുത്തുണ്ട്. ഏതാണ്ട് 10ഓളം ഡാമുകൾ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, നമ്മൾ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ ഭീതി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിർമ്മിതമായ നിർമ്മിതിക്ക് ഈ കാലത്തിൻ്റെ പരിധി ഉണ്ടല്ലോ എന്ന പ്രശ്നം വരുംകാലത്തേക്ക് നമ്മൾ വീണ്ടും ഒരു ആശങ്കയെ വെക്കുകയല്ലേ പുതിയ ഡാം എന്ന് പറയുമ്പോൾ? അതല്ലാതുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഉള്ളപ്പോൾ ആ വഴിക്ക് ആലോചിക്കണ്ടേ? അത് ആരും ആലോചനയിലേക്ക് പോകുന്നേയില്ല. അല്ല, തീർച്ചയായിട്ടും വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകി പോകാതെ ഉപയോഗിക്കുന്ന രീതിയിൽ പുതിയ ടെക്നോളജി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം മാർഗങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ ടണൽ നിർമ്മിച്ച് ആ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാമെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ അവരുടെ മറ്റൊരു രീതി പാളിപ്പോവും. നമ്മുടെ ഹൈഡൽ ഇലക്ട്രിക് പ്രോജക്റ്റ് വൈഗയിൽ അത് നടക്കില്ല. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യവും അതിനകത്ത് പൊളിറ്റിക്സും കൂടെ കളരുമ്പോഴാണ് ഈ ശാസ്ത്രവും എഞ്ചിനീയറിങ്ങും മാറ്റി നിർത്തുന്നത്. ഇപ്പോൾ ശാസ്ത്രവും എഞ്ചിനീയറിങ്ങും പറയുന്നത് പ്രമുഖമായിട്ട് കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ ആശങ്കകളോട് പരിഹരിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വെള്ളം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അത് ചിലപ്പോൾ ഒരു പുതിയ ഡാമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പുതിയ സ്ട്രക്ചേഴ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ശാസ്ത്രത്തിന് പറയാനുള്ളത് അത് സുരക്ഷിതമല്ല എന്ന് തന്നെയാണ്, വളരെ സ്ഥാപിച്ച് തന്നെ നമുക്ക് പറയാവുന്നതാണ്. എഞ്ചിനീയറിംഗ് വിദഗ്ധരും അതിനോട് യോജിക്കും. പിന്നെ സിസ്മോളജിയുടെ കാര്യം പറഞ്ഞു, അത് സിസ്മിക് സോണാണ്. അവിടെ ഒരു 5-ൽ കൂടുതൽ ഒരു ഭൂകമ്പമുണ്ടായാൽ ഡാം കംപ്ലീറ്റ് തകരും. അതിൻ്റെ കൂടെ തന്നെ ഇടുക്കി ഡാമും തകരും. അത് യാതൊരു സംശയമില്ല. കാരണം അതിലെ ജലത്തിൻ്റെ ഒഴുക്കുകൊണ്ട് ഇടുക്കി ഡാമിൽ വിള്ളൽ വീഴും, അതിൽ താങ്ങാനുള്ള ശേഷിയില്ല. പക്ഷേ ഇപ്പോൾ 152 അടി ഉയർത്തുന്നു. ഇപ്പോൾ 130 അടി എന്തോ ആണ് ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ നിരപ്പ്. ഓരോ അടി കൂടുന്തോറും അവിടുത്തെ ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത്ക്വേക്കിനുള്ള സാധ്യത കൂടുകയാണ്. ഡാം ഇൻഡ്യൂസ്ഡ് ട്രെമേഴ്സ് ആകാം, ചിലപ്പോൾ എർത്ത്ക്വേക്സ് ആകാം. കാരണം
അത് വിള്ളലുകളുടെ മുകളിലാണ് ഈ പ്രദേശമുള്ളത്. ഇടുക്കിയിൽ വിള്ളലുകളുണ്ട്, ഫോൾട്സ് ഉണ്ട്. ആ ഫോൾട്സിന്റെ അടുത്താണ് ഇതിനടുത്ത് തന്നെ ഏകദേശം 20 കിലോമീറ്റർ അപ്പുറം ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഉണ്ടായിട്ടുണ്ട്. പൈനാവിൽ ഇതേ രീതിയിലുള്ള വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്, ഈരാട്ടുപേട്ടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭൂകമ്പം എവിടെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത്ക്വേക്സിന്റെ ഒരു ഹിസ്റ്ററി തന്നെ നമുക്കുണ്ട്. ചിലതൊക്കെ വളരെ ഭീകരവുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇത് ചിലപ്പോൾ ഒരു ട്രെമറായിരിക്കാം. ഓരോ ട്രെമറും ഡാമിന്റെ ബലക്ഷയം വരുത്തുന്നതാണ്. അല്ല, ജോണിക്കുട്ടി പറയുന്നത് എത്ര ഭൂകമ്പം ഉണ്ടായാലും ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്, പൊട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ ഊഹങ്ങൾ പോലുമല്ല, അബദ്ധധാരണകളെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഡാം അല്ല പരിഹാരം എങ്കിൽ അതിന് പുതിയ ടെക്നോളജി കൊണ്ടുവരിക. തമിഴ്നാടിന് വെള്ളം കിട്ടണം, അത് തന്നെയാണ് എൻ്റെ ആവശ്യം. അത് അറബിക്കടലിലേക്ക് ഒഴുകി പോവുക അല്ല വേണ്ടത്. അത് തീർച്ചയായിട്ടും തമിഴ്നാടിന് ഉപയോഗപ്പെടണം. അവിടെയും ജനങ്ങളാണല്ലോ ഉള്ളത്. ഈ പറയുന്ന രീതിയിൽ എത്ര വലിയ 6.1 മുകളിലോ 6.6 വന്നാലും താങ്കളുടെ വിശ്വാസത്തിൽ മുല്ലപ്പെരിയാർ ഒന്നും സംഭവിക്കില്ല, അങ്ങനെയാണോ? സംഭവിക്കാതിരിക്കട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. ഒരു ഡാം ബ്രീച്ച് എന്നുള്ള നിലയ്ക്ക് ഉണ്ടാകാൻ സാധ്യമല്ല. പിന്നെ ഇവിടെയുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള ഭൂകമ്പങ്ങൾ വെച്ച് ഒരു ഭൂകമ്പം വന്നാലും അതിൻ്റെ ഇതുവരെയുള്ളത് ഉണ്ടായതുപോലെ ഒന്നും ഉണ്ടായാലും ആ ഡാം സുരക്ഷിതം തന്നെയാണ്. പക്ഷേ അതല്ല വിഷയം. നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ ആശങ്കയുടെ പ്രശ്നം തന്നെയാണ്. അത് പകരം ഒരു ഡാം കൊണ്ട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റിയല്ല. പകരം ഒരു ഡാം കൊണ്ട് ഈ ആശങ്ക ഒരു 5-6 തലമുറയുടെ അപ്പുറത്തേക്ക് കടത്തിവിടാം ഒരു പക്ഷേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ് ഈ പുതിയ ഡാം അവിടെ നിർമ്മിക്കുക എന്നുള്ളത്. ഇത് കണ്ട ഒരു സ്ഥലം ഇപ്പോൾ നിൽക്കുന്ന ഡാമിൽ നിന്ന് 500 മീറ്റർ താഴെയാണ്. 500 മീറ്റർ താഴെ വരുമ്പോൾ ഇതിനേക്കാളൊക്കെ നീളവും ഇതിനേക്കാളൊക്കെ ഉയരവുമുള്ള മറ്റൊരു ഡാം പണിയണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 200 വർഷം കൂടെ കഴിയുമ്പം വീണ്ടും ഇതുപോലെ ആ തലമുറയിലുള്ള ആൾക്കാരിരുന്ന് ഇതുപോലെ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. അവർക്കും നമ്മൾ ഈ ആശങ്ക അപ്പോഴുണ്ടാവും. പരിഹാരം ഇതൊന്നുമില്ലാതെ അല്ലാതെ ഒരു പരിഹാരമുള്ളപ്പം നമ്മുടെ ഭരണകർത്താക്കൾ നമ്മൾ തലമുറകളിലേക്ക് ആശങ്ക പകർന്നു കൊടുക്കേണ്ടതുണ്ടോ എന്ന് താങ്കൾ ശരിയാവണം ചോദിക്കുകയാണ്. ഞാനും അതിനോട് യോജിക്കുകയാണ്. ശ്രീ റസൽ ജോയി, എന്തായാലും നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന ശ്രീ ജോണിക്കുട്ടി പറയുന്നത് പോലെ 6.6 അല്ലെങ്കിൽ എത്ര വലിയ ഭൂകമ്പം ഉണ്ടായാലും അതിനെ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല. എല്ലാവർക്കും ആ വിശ്വാസം ഉണ്ടാവില്ലോ. അതിന് കാരണം എന്താണ്? അതൊരു 130 വർഷം പഴക്കമുള്ള ഒരു പഴയ ഡാമാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആത്യന്തികമായ കാരണം. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇവിടെ വന്നു. ഇവിടെ തന്തൈ പെരിയാർ നവീകരിച്ച സ്മാരകം ഉദ്ഘാടനം ചെയ്തു. വലിയ ആഘോഷമായി കൊന്നു. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയ സഹോദരന്മാർ എന്നുള്ള നിലയ്ക്ക് വലിയ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു. ഇക്കാര്യം മാത്രം മിണ്ടില്ല. റസൽ, ശ്രീ പെരിയസ്വാമി ഈ പ്രസ്താവന പറഞ്ഞ സന്ദർഭം നമ്മൾ ആലോചിക്കണം. തേനിയിൽ വലിയ പ്രളയമുണ്ടായതിൻ്റെ അവലോകനം നടത്താൻ പോയപ്പോഴാണ് ഈ പ്രസ്താവന പറഞ്ഞത്. അപ്പോൾ എന്താണ്, തേനിയിൽ വെള്ളമുണ്ട്, പ്രളയമുണ്ട്. ഈ 5 ജില്ലകളെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ജില്ല ഒഴിച്ച് 4 ജില്ലയും നാഷണൽ ആവറേജിനേക്കാൾ മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവർക്ക് വെള്ളം, നമ്മുടെ ജീവൻ, അതായത് 1.5 കോടി ജനങ്ങളുടെ ജീവനും അവരുടെ വെള്ളവുമായിട്ട് ഈ ചർച്ചയിൽ ഇക്വേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. ജീവനാണോ വലുത്, വെള്ളമാണോ വലുത്? ഈ മുല്ലപ്പെരിയാർ ഡാം ഇന്ന് അങ്ങോട്ട് തകർന്നു പോയാൽ അവർക്കും ഇതൊരു വെള്ളത്തിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാകത്തില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പെരുപ്പിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജീവൻ വെള്ളവുമായിട്ട് എങ്ങനെ ഇക്വേറ്റ്, ഒരാളുടെ പോട്ടെ, ഇപ്പോൾ 1.5 കോടി ജനങ്ങൾ ഈ ഡാമിൻ്റെ അടിയിലുണ്ട്, അതുപോട്ടെ, ഒരാളുടെ ജീവൻ പോലും വെള്ളവുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തോന്നായി പറയണേ, എനിക്കിത് ഒന്നും മനസ്സിലാവുന്നില്ല. 210 ഭൂകമ്പങ്ങൾ ഉണ്ടായി എന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പറയുന്നു. എൻ്റെ കയ്യിൽ എൻ്റെ രേഖയുണ്ട്, ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഞാൻ ഹാജരാക്കിയതല്ലാതെ ഈ കേരള സർക്കാർ അത് ഹാജരാക്കിയിട്ടില്ല. ഇവിടെ ഉണ്ടായ 210 ട്രമേഴ്സ്, എർത്ത്ക്വേക്സ്, അതിൻ്റെ രേഖകൾ കേരള സർക്കാരിൻ്റെ കയ്യിലിരിക്കെ കേരള സർക്കാർ അത് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. നമ്മുടെ ജീവന് എന്ത് പ്രാധാന്യം ഇവർ കൊടുക്കണം, എനിക്കതാ മനസ്സിലാവാത്തത്. എൻ്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്ന 36 മേസൺറി ഗ്രാവിറ്റി ഡാം തകർന്ന ഒരു രാജ്യത്തെ നമ്മൾ ജീവിക്കണേ. നമുക്ക് എവിടുന്നാ സുരക്ഷിതതയുള്ളത്? തമിഴ്നാട് ഏതായാലും നമ്മുടെ കൂടെ നിൽക്കില്ല എന്ന് 100% ബോധ്യമായിട്ടുണ്ട്.
അവർ എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല, ഞങ്ങൾ 152 ജലനിരപ്പ് ഉയർത്തുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ ധാർഷ്ട്യത്തെ പ്രതിരോധിക്കാനോ ഉചിതമായ രീതിയിൽ അത് സുപ്രീം കോടതിയെ ധരിപ്പിക്കാനോ നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ശരി, എന്തായാലും ഈ പറയുന്ന എന്താണ് 33 മേസൺ ഡാം പൊളിഞ്ഞു എന്നുള്ള കണക്കൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാണ് എനിക്കറിയില്ല. റസൽ, അതിൻ്റെ ആധികാരിക രേഖ എങ്ങനെ കേട്ടില്ല? 36 ഡാമുകൾ പൊളിഞ്ഞ ചരിത്രം രാജ്യത്തിനുണ്ടോ? അത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ഇന്ത്യയിൽ തകർന്നാണ്, ഇന്ത്യയിൽ മാത്രം തകർന്നതാണ്. അത് വലിയ കണക്കല്ലേ? അങ്ങനെ ഉണ്ടോ? ഉണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അത് നോക്കാം, അതിൽ കണക്കിക്കുക. എന്തായാലും അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ നമ്മുടെ അടക്കം ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കിയാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ നമ്മൾ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആശങ്കയുണ്ട്. അത് അഡ്രസ്സ് ചെയ്യേണ്ടത് ഭരണകൂടങ്ങളുടെ ബാധ്യതയാണ്, അല്ലേ? അപ്പോൾ അതിന് തമിഴ്നാടിന് എല്ലാ കാലത്തും വെള്ളം കൊടുക്കാതെ ഒരു തർക്കം അക്കാര്യത്തിൽ. പക്ഷേ നമ്മുടെ ആശങ്ക പരിഗണിക്കണം എന്ന് പറയുന്നത് നമ്മുടെ തികച്ചും ന്യായമായ ആവശ്യമാണ്. അത് പരിഗണിച്ചേ മതിയാവും. ജോണിക്കുട്ടി, ഇവിടെ നമ്മളിപ്പോൾ കേരളം കാണുന്നത് അങ്ങേയറ്റത്തെ കാലാവസ്ഥ എക്സ്ട്രീംസ് നമ്മൾ കാണുന്നുണ്ട്. വയനാട് പോലെ അതിഭീകരമായ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള കാരണം പെട്ടെന്ന് പെയ്ത വലിയ തോതിൽ പെയ്ത വലിയ മഴയാണ്. ക്ലൗഡ് ബസ്റ്റ് അല്ലെങ്കിൽ മേഘവിസ്ഫോടനം എന്നൊക്കെയുള്ള പ്രതിഭാസങ്ങൾ ഓരോ വർഷമെന്നോ നമ്മൾ ഓരോരോ പുതിയ പ്രതിഭാസങ്ങൾ കാണുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഏതോ വഴിക്ക് എങ്ങനെയൊക്കെയോ മാറുന്ന വല്ലാത്ത അവസ്ഥ കേരളത്തിലുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴും ഏതു മാറിയ സാഹചര്യത്തിലാണെങ്കിലും നേരത്തെ ശ്രീ രാജഗോപാൽ കമ്മത്ത് പറയുന്ന ഈ പറയുന്ന വേമിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും 130 വർഷം പഴക്കമുള്ള ഈ ഡാമിന് ഒന്നും പറ്റില്ല. അത് വളരെ സേഫും സ്ട്രോങ്ങുമാണ് എന്ന നിലപാട് നമുക്ക് എങ്ങനെയാണ് പൂർണ്ണാർത്ഥത്തിൽ മുഖവിലക്കെടുക്കാൻ കഴിയുക? എന്ത് ഫിസിക്സ് പറഞ്ഞാലും. ഞാൻ പറയുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാം ഇടുക്കിക്കാരുടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ, മറ്റാരും അറിയാത്ത തരത്തിലുള്ള ദുരിതങ്ങൾ എന്ന് വെച്ചാൽ ചില പ്രദേശങ്ങളിൽ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പോലും കിട്ടുകയില്ല. ഒരു വസ്തു വിൽക്കാൻ പറ്റുന്നില്ല, ഒരു വസ്തു ആർക്കെങ്കിലും കൊടുത്ത് അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ഞാനൊരു ഇടുക്കിക്കാരൻ എന്നുള്ളത് എനിക്ക് അവരുടെയൊക്കെ വേദനകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്കറിയാം. അത് ഇടുക്കിക്കാരുടെ ഒരു പ്രശ്നം മാത്രമായതുകൊണ്ട് ഇടുക്കിക്കാർക്കുള്ള നൂലാമാലകൾ പിടിച്ച് കുറേ അധികം പ്രശ്നങ്ങൾ ഒരു പ്രശ്നമായിട്ട് തന്നെ കിടക്കുകയാണിത്. ഈ മുല്ലപ്പെരിയാർ മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറേ കൂടെ നേരത്തെ ഇതിനൊരു പരിഹാരം വന്നു പോയേനെ. അതാണ് മറ്റൊന്ന്. ഇത് ജനങ്ങളെ ആശങ്കപ്പെടുത്തിയതുകൊണ്ട് കാര്യമായില്ല. ജനങ്ങളുടെ ആശങ്കയെ അകറ്റി പരിഹാരത്തിലേക്ക് വരണം. ഞാൻ മറ്റൊരു വശം എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ സുരക്ഷയുടെ വസ്തുത പൂർണ്ണമായിട്ട് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. മറ്റേതൊരു ഡാമുകളെ വെച്ച് നോക്കിയാലും മുല്ലപ്പെരിയാർ ഡാമിന് സുരക്ഷിതത്വ കുറവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്, എനിക്ക് എൻ്റെ ബോധ്യമാണത്. പക്ഷേ പരിഹാരം കാണുക എന്നുള്ളത് ഭരണകർത്താക്കൾ ചെയ്യേണ്ട കാര്യമാണ്. അത് വളരെ പണ്ടേ ചെയ്തു പോയേനെ, അത് ഇടുക്കിയിലല്ലായിരുന്നെങ്കിൽ. കാരണം ഇടുക്കി എന്ന് പറയുന്നത് അഴിമതിയുടെ മാത്രം ഒരു പ്രത്യേക ഒരു ഭൂപ്രദേശമാണ്. ജനങ്ങൾ മുഴുവൻ ദൈനംദിനം അനുഭവിക്കുന്ന ദുരിതത്തിന് പുറം ലോകം അറിയുന്നു പോലുമില്ല. അത്ര വലിയ ഭീകരമായ ഒരവസ്ഥ ഈ അഴിമതി, ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി കൊണ്ട് മാത്രം ഇടുക്കി നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് മാധ്യമങ്ങൾ പോലും എത്തിച്ചേരുന്നില്ല. അതാണ് ഒരു വസ്തുത. ജോണിക്കുട്ടി, ഇവിടെ കേരളവും തമിഴ്നാടും രണ്ട് സംസ്ഥാനങ്ങളാണ്. നമുക്ക് എത്ര സൗഹൃദമാണെങ്കിലും ഈ വിഷയം മിണ്ടാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയമാണ് ആ വിഷയം. അതിന് കാരണം എന്താണ്? ഈ കാര്യത്തിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ തമിഴ്നാടിന് അതിൻ്റെ സഹിഷ്ണുത ടോളറൻസ് ലെവൽ 0% ആണ്. അതിനെപ്പറ്റി ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അവിടെ താഴെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ടാക്കി, ഉടനെ പോയി കോടതിയിലേക്ക് പോയില്ലേ? കോടതി സർവേ ഡിപ്പാർട്ട്മെൻറ്റോട് പറഞ്ഞ് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. അന്വേഷിച്ച് നോക്കി, അത് ഈ പറയുന്ന കരാറിൽ പെടാത്ത സ്ഥലത്താണ്. ഒരു തരത്തിലും സഹിഷ്ണുത എന്തായാലും തമിഴ്നാട്ടിനില്ല. അതുകൊണ്ട് അവിടുത്തെ പോയി സ്റ്റാലിൻ സഖാവെ നമ്മൾക്കൊരു പുതിയ ഡാം അവിടെ നിർമ്മിക്കണം എന്ന് മുഖ്യമന്ത്രിക്ക് എന്തായാലും പറയാൻ കഴിയില്ല, പറയാനും പോകുന്നില്ല. ആ വിഷയത്തിൽ രണ്ട് സംസ്ഥാനങ്ങളും മുഖാമുഖം നിൽക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ്. താങ്കൾ ഈ പറഞ്ഞ ഇടപെടൽ നടത്തേണ്ടത് ആരാണ്? കേന്ദ്രത്തിന് ഇടപെടാം. എന്തുകൊണ്ട് കേന്ദ്രം ഒരു ഇടപെടൽ നടത്തുന്നില്ല ആ വിഷയത്തിൽ? ശ്രീ ജോണിക്കുട്ടി, കേന്ദ്രത്തിന് പരിഹാരം കാണാൻ സാധ്യമല്ല. ഞാൻ ഇടുക്കി ജില്ലയിലെ തമിഴ്നാടിൻ്റെ അതിർത്തി താമസിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു കാലം അങ്ങോട്ട് വെച്ചാൽ തമിഴ്നാട്, ഇപ്പുറത്ത് കേരളത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് രണ്ട് വശത്തെയും കാര്യങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. തമിഴ്നാട്ടിലെ ജനങ്ങൾ അവരുടെ ഒരു ഭയം കൊണ്ടാണ് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നത്. നമ്മൾ അവരെ കുറച്ചുകൂടെ സഹിഷ്ണുതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റുകൾ ചെയ്യണം. അത് ചെയ്യുന്നത് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇതിനൊരു പരിഹാരം കാണാം എന്നുള്ള ഒരു തൻ്റെ ഇടത്തോടെ രണ്ട് കൂട്ടരുണ്ട് ഒരുമിച്ചിരുന്ന് ഇത് സംസാരിക്കുകയെങ്കിലും ചെയ്യണം.
ഇന്ന് പറഞ്ഞ പോലെ അല്ലാതെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ space തരണ്ടേ? തമ്മിൽ കാണുമ്പോഴും അല്ലെന്നേ ചർച്ച ചെയ്തൊരു അല്ല ജോണിക്കുട്ടി, അവരുടെ വെള്ളത്തിന്റെ ആവശ്യകത നമ്മൾ ശരിയാവണ്ണം നന്നായി അവരല്ലേ, മനസ്സിലാക്കുന്നവരാണ്. അല്ല നമ്മൾ ഈ അവരുടെ വെള്ളത്തിന്റെ ആവശ്യകത ശരിയാവണ്ണം മനസ്സിലാക്കിയത് നമ്മളാണ്. അതേ ഉത്തരവാദിത്തത്തിന് പകുതി ഉത്തരവാദിത്തങ്ങൾ അവർ കാണിക്കണ്ടേ? അത് നമ്മുടെ സുരക്ഷയുടെ കാര്യത്തിൽ അതവർ കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഡീകമ്മീഷനിങ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിൽ ആ സ്റ്റാറ്റസ് കോ മാറ്റമുണ്ടാകുന്ന ഒന്നും അവർ കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങ് പറയുന്ന പോലെ ഒരു മേശയ്ക്ക് ഇരുപുറം ഇരിക്കാൻ കഴിയുക? ഇടപെടാൻ കഴിയുന്ന ആർക്കാണ്? അധികാരം ആർക്കാണ്? കേന്ദ്രത്തിന്റെ പക്കലാണ്. അവരിടപെടത്തുമില്ല. പക്ഷേ ഇത് ഞാൻ പറയുന്നത് കേന്ദ്രം വന്ന് ഇടപെട്ടിട്ട് ഇത് പരിഹരിക്കുകയല്ല. രണ്ട് സംസ്ഥാനങ്ങളും കൂടി അവർക്ക് ലഭ്യമായ വേദികൾ അവർ ഉപയോഗിച്ച് സാധ്യമായ അവരുടെ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എല്ലാം അവർ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ ഈ ഏതെങ്കിലുമൊക്കെ കർഷക സംഘടനകൾ എന്തെങ്കിലും വിളിച്ചു പറയും. അതുപോലെ മന്ത്രിമാരാണെങ്കിലും അവർക്ക് വരുന്ന പോലെ നമ്മുടെ മന്ത്രിമാരും പറയുന്ന പോലെ തന്നെ അവരും എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ ചെയ്യുമ്പോൾ ജനത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് വരും. അതിനപ്പുറത്തേക്ക് നയങ്ങളിലേക്ക് വരുമ്പം അവർ കോടതിയെ സമീപിക്കുന്നുണ്ട്. അവർ സമീപിക്കുന്ന അത്രയും തീവ്രതയോടെ തീക്ഷ്ണതയോടെ നമ്മൾ അങ്ങോട്ട് കോടതിയെ സമീപിക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ വസ്തുത. അതും നമ്മൾ മാറണം. നമുക്ക് വേണ്ടി നിലകൊള്ളാൻ നമ്മുടെ ഭരണകർത്താക്കൾ തയ്യാറാവണം. അത് യുക്തിയുള്ള ആ വാദം താങ്കൾ യുക്തിയുള്ള വാദം തന്നെയാണ് ഞാൻ അംഗീകരിക്കുന്നത്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, 2014 വന്ന കോടതി ഉത്തരവ് വായിച്ചാൽ കേരളത്തിൻ്റെ വാദങ്ങൾ എത്രത്തോളം ദുർബലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നു ഈ പറയുന്ന ഭൂകമ്പം ഉണ്ടായാൽ പൊളിഞ്ഞു പോകുന്നതല്ലാതെ കാര്യമായ രീതിയിൽ ഈ ഡാം ദുർബലമാണ് എന്ന് കോടതിയെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒന്നും നമുക്ക് കോടതിയിൽ വെക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കോടതിക്ക് മുന്നിലുള്ള തെളിവ് വെച്ചിട്ടല്ലേ കോടതി തീരുമാനമെടുക്കാൻ കഴിയൂ. ശ്രീ രാജഗോപാൽ കമ്മത്ത്, താങ്കൾ കരുതുന്നുണ്ടോ കേരളവും തമിഴ്നാടും ഈ മുല്ലപ്പെരിയാർ ബാക്കി നമ്മൾ കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ ഫെഡറലിസത്തിനെ തകർക്കാൻ പോകുന്നു എന്ന വിഷയത്തിലൊക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമായിരിക്കും, നമ്മളൊരു വേദിയിൽ കൈകോർത്ത് നിൽക്കുമായിരിക്കും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുമായിരിക്കും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു സമവായത്തിൻ്റെ ഒരു സംസാരിച്ചൊരു പരിഹാരം എന്നത് സാധ്യമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ശ്രീ രാജഗോപാൽ കമ്മത്ത്? തീർച്ചയായിട്ടും അതിനകത്ത് ഈ പൊളിറ്റിക്സും രാഷ്ട്രീയവും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ അത്തരത്തിലുള്ള വാദങ്ങളെ ദുർബലമാക്കിയിട്ടുള്ളത്. അവിടെ സയൻസും എഞ്ചിനീയറിംഗും കാര്യമായിട്ട് എടുത്തില്ല. അതുപോലെ ഈ സെസ്മോളജിയുടെ ആഴത്തിൽ ഇറങ്ങിയുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ക്ലൈമറ്റിന്റെ മെട്രോളജിസ്റ്റുകളെയും അതിനകത്ത് പങ്കെടുപ്പിച്ചിട്ടില്ല. മെട്രോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം നേരത്തെ പ്രളയമുണ്ടായ സമയത്ത് പീരുമേടും ഒക്കെ പെയ്ത മഴ എന്ന് പറയുന്നത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മഴയാണ് പെയ്തിട്ടുള്ളത്. കേട്ടിട്ട് പോലുമില്ല ഇങ്ങനൊരു മഴ. അപ്പോൾ തീർച്ചയായിട്ടും കാശ്മീർ ഏരിയയിൽ ഈ സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും ഒക്കെ വളർന്നപ്പോഴാണ് ഈ പ്രദേശം. ഈ രണ്ട് കാലഘട്ടങ്ങളിലും ഇവിടെ വെള്ളം നിറയാറുണ്ട്. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ സമയത്ത് തീർച്ചയായിട്ടും ആ ഭാഗങ്ങളിൽ കാശ്മീർ ഏരിയയിൽ ഈ രീതിയിലുള്ള എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എപ്പോൾ എവിടെ പെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത് ചിലപ്പോൾ ഒറ്റയടിക്ക് ചിലപ്പോൾ 1-2 മണിക്കൂർ കൊണ്ട് വലിയ തോതിലുള്ള ജലം ഡാമിന്റെ കാശ്മീർ ഏരിയയിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള താങ്ങാനുള്ള ശേഷി ഉണ്ടാകണമെന്നില്ല. അത്തരത്തിലുള്ള ജലം താങ്ങാനുള്ള ശേഷി ഇപ്പോൾ ഡാം ബ്രീച്ച് എന്ന് പറയുന്ന പോലെ ഡാം പെട്ടെന്ന് പൊട്ടി വെള്ളം ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ പതിയെ ഈ ജലം കേരളത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഡാമിന് വിള്ളൽ വീഴുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശക്തിയോടെ തന്നെ ജലം ഈ ഭാഗങ്ങളിലേക്ക് വരും. അത് വരുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. അപ്പോൾ ഇടുക്കി ഡാം തുറക്കേണ്ടി വരും. വീണ്ടും പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇടുക്കി ഡാമിന് ഇത്രയും ജലം താങ്ങാനായിട്ടുള്ള ശേഷി ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ശാസ്ത്രത്തിലെയും എഞ്ചിനീയറിംഗിലെയും എല്ലാം ആളുകളെ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. മെട്രോളജിയിലെയും ആളുകളെ ഉൾപ്പെടുത്തി ആ കമ്മിറ്റി വേണം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എടുക്കാൻ. അല്ലാതെ പൊളിറ്റീഷ്യൻസോ അല്ലെന്നുണ്ടെങ്കിൽ എക്കണോമിസ്റ്റോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവിടെ ഫിനാൻസ് മിനിസ്റ്ററോ ഒന്നും അല്ല ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഈ 3 പേരാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. സെസ്മോളജിസ്റ്റുകളെയും ഉൾപ്പെടുത്തണം. ഈ 3 പേരാണ് 4 പേരാണ് കോടതിയെ ധരിപ്പിക്കേണ്ടത്. ഈ ഡാം സുരക്ഷിതമല്ല, അതിനുള്ള മറ്റു മാർഗങ്ങൾ അവലംബിക്കണം, ജലം തീർച്ചയായിട്ടും ലഭ്യമാകണം, സുരക്ഷ കണക്കിലെടുക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട കോടതിയെ പറഞ്ഞ് ധരിപ്പിക്കേണ്ടത്. ഇപ്പോൾ 152 അടി അല്ല 142 അടി എന്ന് പറയുന്നത് തന്നെ വളരെ കൂടുതലാണ്. ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു 5 അടി വെച്ച് കുറച്ചുകൊണ്ട് വന്നിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ ഒരു 100 അടിയോ അല്ലെങ്കിൽ 90 അടിയോ ഒക്കെ കൊണ്ടുവന്ന് നിർത്തി തൽക്കാലത്തെ ആശങ്ക ഒഴിവാക്കുകയാണ് വേണ്ടത്. അതിന് പകരമായിട്ട് 152 അടിയിലേക്ക് ഉയർത്തും എന്ന് പറയുന്നത് ദുശാഠ്യമാണ്.
അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ടുള്ള പ്രസ്താവന തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ്. എന്തായാലും ആ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നത്. ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ എന്തോ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് മതിയാകുമോ അതോ അത് കുറച്ചുകൂടി ശക്തമായ പ്രതികരണം ആവശ്യത്തിൽ നൽകേണ്ടതുണ്ടോ എന്നുകൂടി സർക്കാർ ആലോചിക്കണം. കാര്യം നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ, അതിലെ അവരുടെ ആശങ്ക നമുക്ക് പ്രധാനമാണ്. അതിനി ആര് പറഞ്ഞാലും തിരികെ എത്താൻ വിടുക. റസൽ ജോയി, ഇപ്പോൾ താങ്കളും ഈ വിഷയത്തിൽ വ്യവഹാര വഴിയിലുള്ള ആളാണ്. 2014 സുപ്രീം കോടതിയിൽ നമ്മളേറെ പ്രതീക്ഷാപൂർവ്വം കാത്തിരുന്നു. നമുക്ക് അങ്ങേയറ്റം വിഘാതമാകുന്ന വിധി ഉണ്ടായി. അതിനുശേഷം നമ്മുടെ സംസ്ഥാന സർക്കാർ കാര്യമായി എന്തെങ്കിലും വ്യവഹാര വഴി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനുശേഷം ഒരു സ്വകാര്യ വ്യക്തി റിട്ട് പോകുന്നുണ്ട്. ആ റിട്ടിൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഈ പറയുന്ന ഇൻസ്ട്രുമെന്റേഷൻ്റെ കാര്യത്തിൽ, ഈ പറയുന്ന റൂൾ കർവിൻ്റെ കാര്യത്തിൽ, ഈ പറയുന്ന തോന്നിയ പോലെ തുറന്നു വിടാൻ കഴിയും ഷട്ടർ മാനേജ്മെന്റ് കാര്യത്തിലൊക്കെ തീരുമാനം പിന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇനിയും സുപ്രീം കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്ന കോൺഫിഡൻസ് അങ്ങേക്കുണ്ടോ റസൽ ജോയ്? തീർച്ചയായിട്ടും ഉണ്ട്. ഈ റൂൾ കർവ് ഇൻസ്ട്രുമെന്റേഷനിൽ നിന്നും കോടതിയുടെ ഉത്തരവ് മേടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ. അത് ഡാം മാനുവലിലുണ്ട്. ഒരു ഡാം എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്നുള്ളത് ഡാം മാനുവലിലുണ്ട്. അതനുസരിച്ച് ഫങ്ഷൻ ചെയ്യുകയേ വേണ്ടൂ. അത് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കാം. അല്ലാതെ അതിനുവേണ്ടി ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ പ്രധാനമായ പ്രശ്നം അതല്ല. നമ്മൾ പറയുന്നു തമിഴ്നാടിന് ജലം, അത് ആദ്യം പറയും. കേരളത്തിന് സുരക്ഷ രണ്ടാമതും പറയും. അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. സുരക്ഷ മാത്രം പറയുക. തമിഴ്നാടിന് വെള്ളം കൊടുക്കാനായിട്ട് ശാസ്ത്രമറിയാത്തത് കൊണ്ടാണ് പ്രശ്നം. തമിഴ്നാടിന് വെള്ളം കൊടുക്കാനായിട്ട് 100 വഴികളുണ്ട്. വേമ്പനാട്ട് കായലിൽ നിന്ന് ഒഴുകിപ്പോകുന്ന ജലം കിഴക്കോട്ട് ഒഴുക്കാനുള്ള സംവിധാനങ്ങൾ സയൻസിൻ്റെ അടുക്കൽ ഇന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആലുവ പുഴയിൽ നിന്ന് കൊടുക്കണോ? തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ പറ്റും. ഒരു ഡാം തന്നെ ഇവിടെ ആവശ്യമില്ല. നേരത്തെ ടണലിൻ്റെ ആഷ്മി പറഞ്ഞില്ലേ, ടണൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചതിയാണെന്ന് മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ ടണൽ എന്ന് പറയുന്നത് എന്തിനാണ്? 999 ഇയേഴ്സ് ഉള്ള കോൺട്രാക്റ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ടണൽ. മുല്ലപ്പെരിയാർ ഡാമെ തുടരുത് ടണൽ. ഇത് തമിഴ്നാട് പറഞ്ഞു കൊടുത്ത് കേരളത്തിലെ, പക്ഷെ അതുപോലും തമിഴ്നാട്, എൻ്റെ സമയം കഴിയുകയാണ്, ക്ഷമിക്കണം, അതുപോലും തമിഴ്നാട് ഏതെങ്കിലും തരത്തിൽ ചെവിക്കൊള്ളുന്നില്ലോ സർ. അപ്പോൾ എന്തായാലും നമ്മുടെ കാര്യം എന്താണ്? ഇപ്പോൾ തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിലെ പ്രയോറിറ്റി ഒന്ന് മാറേണ്ടി വരും. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്നൊന്ന് റിവേഴ്സ് ചെയ്യേണ്ടി വരും നമ്മുടെ ആ മുദ്രാവാക്യം. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.